പ്രിയ സജ്ജനങ്ങളെ, സദനമസ്കാരം. ഏകാത്മതാ സ്തോത്ര പഠനത്തിൽ പുണ്യനഗരങ്ങളെക്കുറിച്ചുള്ള പഠനം തുടരുകയാണ്. അയോധ്യ, മധുര, മായ, കാശി, കാഞ്ചി, അവന്തിക, വൈശാലി, ദ്വാരകാധ്യേയ, പുരിയെക്കുറിച്ചാണ് നമുക്ക് പഠിച്ചു തുടങ്ങേണ്ടത്. വീണ്ടും ഒഡീഷ സംസ്ഥാനത്തെ കടൽ തീരത്തുള്ള പുരി എന്ന നഗരം ഭാരതത്തിലെ പുണ്യനഗരങ്ങളിൽ ഒന്നാണ്. ഇവിടെയാണ് കൃഷ്ണഭക്തി പ്രസ്ഥാനങ്ങളുടെ കേന്ദ്രമായ ജഗന്നാഥപുരി ക്ഷേത്രം. ആദിശങ്കരാചാര്യർ സ്ഥാപിച്ച 4 മഠങ്ങളിലൊന്നായ ഗോവർദ്ധന മഠം ഇവിടെയാണ്. ജഗന്നാഥ ക്ഷേത്രം വനവാസികളുടെ പൂജാസ്ഥലം കൂടിയാണ്. അവിടെ ഇപ്പോഴുള്ളത് മരം കൊണ്ടുള്ള വിഗ്രഹമാണ്. ജഗന്നാഥനെ കൂടാതെ സുഭദ്രയും ബലരാമന്റെയും സങ്കല്പം അവിടെയുണ്ട്. ഇന്നത്തെ ക്ഷേത്രം ഗംഗാവംശക്കാരനായ അനഘഭീമദേവൻ 12ാം നൂറ്റാണ്ടിൽ പണി കഴിപ്പിച്ചതാണ്. ജഗന്നാഥ ക്ഷേത്രത്തിലെ രഥയാത്ര വളരെ പ്രസിദ്ധമാണ്. ചൈതന്യ മഹാപ്രഭു ഈ ക്ഷേത്രത്തിലെ വിഗ്രഹത്തിൽ ലയിച്ചു ചേർന്നു എന്ന് ഹിന്ദുക്കൾ വിശ്വസിക്കുന്നു. ഇവിടെ പണ്ട് മുതലേ ജാതിഭേദമില്ല. ജഗന്നാഥന്റെ ചോറ് ജാതിയും മതവും ചോദിക്കാതെ കഴിക്കുക എന്നൊരു ചൊല്ല് ഇവിടെ സർവ്വസാധാരണമാണ്. സാമൂഹ്യ ഭോജനം നൂറ്റാണ്ടുകളായി ഇവിടെ നടന്നു വരുന്നു. പുരി, ഒഡീഷ സംസ്ഥാനത്തെ പുരി. അടുത്തത് തക്ഷശിലയാണ്. പാകിസ്ഥാനിലെ റാവൽപിണ്ടിക്കടുത്ത് ഇന്ന് തകർന്ന നിലയിലുള്ള തക്ഷശില പ്രാചീന ഭാരതത്തിലെ ഏറ്റവും പ്രമുഖ വിദ്യാഭ്യാസ വ്യാപാര കേന്ദ്രങ്ങളിൽ ഒന്നായിരുന്നു. ശ്രീരാമന്റെ അനുജൻ ഭരതന്റെ പുത്രനായ തക്ഷന്റെ പേരിലാണ് ഈ നഗരം പണിതത്. ലോകത്തേറ്റവും അധികം കാലം നിലനിന്ന, അതായത് 1200 വർഷം സർവകലാശാല ഇവിടെയായിരുന്നു. അതാണ് ലോകപ്രശസ്തമായ തക്ഷശിലാ സർവകലാശാല. അവിടെയായിരുന്നു ചാണക്യൻ, പാണിനി, ജീവക് എന്നിവർ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്തത്. ഏരിയൻ, സ്റ്റെറോം തുടങ്ങിയ ഗ്രീക്ക് ചരിത്രകാരന്മാരും ഫാഹിയാനും ഇതിനെ വർണ്ണിച്ചിട്ടുണ്ട്. തക്ഷശിലാ സർവകലാശാലയ്ക്ക് മുഗൾ രാജാക്കന്മാര്, ഇസ്ലാമിക അക്രമകാരികൾ തീക്കൊടുക്കുകയായിരുന്നു. അലാവുദ്ദീൻ ഖിൽജി. അതിൻ്റെ ഗ്രന്ഥശേഖരം നിന്നുകത്തിയത് മാസങ്ങളോളമായിരുന്നു. തക്ഷശില, നളന്ദ സർവകലാശാലകളെ കുറിച്ച് ഭാരതത്തിനെന്നല്ല ലോകത്തിന് തന്നെ വിസ്മയമായിരുന്നു. യേശുദേവൻ പഠിച്ചു എന്ന് വിശ്വസിക്കപ്പെടുന്ന തക്ഷശിലാ സർവകലാശാലയിൽ ഭാരതത്തിൻ്റെ ആധ്യാത്മിക പഠനം മാത്രമായിരുന്നില്ല, ഭൗതികശാസ്ത്രവും അതുപോലെ തന്നെ തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസവും എല്ലാം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്നും പഠിതാക്കൾ ഈ സർവകലാശാലയിൽ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പഠിച്ചിരുന്നു. പക്ഷേ അക്രമകാരികൾ അവർ ആ പുണ്യ സങ്കേതത്തിന് തീയിട്ട് കളഞ്ഞു. അടുത്തത് ഗയയാണ്. ബീഹാറിലെ ഫാൽഗു നദിക്കരയിലുള്ള ഗയ ശ്രാദ്ധകർമ്മങ്ങൾക്ക് പ്രസിദ്ധമാണ്. ഗയൻ എന്ന അസുരന്റെ നഗരമായിരുന്നു ഇത്. ഗൗതമ ബുദ്ധന് ബോധോദയമുണ്ടായത് ഇവിടെയാണ്. ഇവിടെ ബോധിവൃക്ഷവും പ്രസിദ്ധ ബുദ്ധക്ഷേത്രവും വിഷ്ണുവിൻ്റെ ക്ഷേത്രവും ഉണ്ട്. ഗയ. അടുത്തത് പ്രയാഗാണ്. ബ്രഹ്മാവ് യാഗം നടത്തിയ സ്ഥലമായതിനാലാണ് ഈ നഗരത്തിന് പ്രയാഗം എന്ന പേര് വന്നത്. തീർത്ഥരാജാവ് എന്ന ഉപനാമമുള്ള പ്രയാഗ് ഗംഗാനദിയുടെയും യമുനാ നദിയുടെയും സംഗമസ്ഥാനത്താണ്. സംഗമസ്ഥലത്തെ വേണി എന്നാണ് വിളിക്കുന്നത്. സരസ്വതി നദി ഗുപ്തരൂപത്തിലുണ്ടെന്ന ഐതിഹ്യം മൂലം ഇതിന് ത്രിവേണി എന്നും പേരുണ്ട്. ഗംഗാനദിയുടെ ജലം വെളുത്ത നിറമുള്ളതും യമുനാ നദി കറുത്ത നിറമുള്ളതുമാണ്. ആ നിറങ്ങൾ ആഴങ്ങളിൽ വരെ കാണുന്നത് അത്ഭുതകരവും നമ്മുടെ കണ്ണുകൾക്ക് ആനന്ദകരവുമാണ്. വനവാസകാലത്ത് ശ്രീരാമൻ, സീതാദേവി, ലക്ഷ്മണൻ എന്നിവർ ഇവിടെ താമസിച്ചു. അയോധ്യയിൽ നിന്ന് ഭരതൻ വന്ന് വനവാസിയായ ശ്രീരാമചന്ദ്രനെ കണ്ടുമുട്ടിയത് പ്രയാഗിലായിരുന്നു.
തിരിച്ചയോധ്യയിലേക്ക് മടങ്ങുവാനുള്ള ഭരതന്റെ അഭ്യർത്ഥനയെ മാനിക്കാതെ ശ്രീരാമൻ ചിത്രകൂടത്തിലേക്ക് നീങ്ങിയത് ഈ പുണ്യകേന്ദ്രത്തിൽ നിന്നാണ്. ഹസ്തിനപുരത്തെ കുരുരാജാക്കന്മാരാണ് ഈ തീർത്ഥനഗരം സ്ഥാപിച്ചത്. പ്രളയത്തിൽ ഹസ്തിനപുരം നശിച്ചപ്പോൾ കുരുരാജാക്കന്മാർ പ്രയാഗിനെ തലസ്ഥാനമാക്കി. പുരാണ പ്രസിദ്ധമായ അക്ഷയവടം ആൽമരം ഇവിടെയുണ്ട്. ഹിന്ദുക്കളുടെ മതവിശ്വാസത്തെ നശിപ്പിക്കുന്നതിന്റെ ഭാഗമായി ജഹാംഗീർ ഈ അക്ഷയവടം വെട്ടിമാറ്റാൻ ആജ്ഞ നൽകി. പക്ഷേ ആക്രമണത്തെ മറികടന്ന് അക്ഷയവടം ഇന്നും അവിടെ നിലനിൽക്കുന്നു. ഇവിടെ പിതൃകർമ്മം ചെയ്താൽ പരേതാത്മാവ് വിഷ്ണുലോകം പ്രാപിക്കുമെന്ന് നാം വിശ്വസിക്കുന്നു. സതീദേവിയുടെ വിരൽ വീണ ശക്തിപീഠവും ഇവിടെയുണ്ട്. ഇതിനു പുറമെ ഭരദ്വാജ ആശ്രമവും ഉണ്ട്. പ്രയാഗയിൽ എല്ലാ വർഷവും മകരസംക്രാന്തിക്ക് മാഘമേള ആരംഭിക്കുന്നു. തീർത്ഥയാത്രക്കാർ ഇവിടെ 30 ദിവസത്തെ കൽപ്പവാസം നടത്തുന്നു. ഇതുകൂടാതെ 6 വർഷം കൂടുമ്പോൾ അർദ്ധകുംഭമേളയും 12 വർഷത്തിലൊരിക്കൽ കുംഭമേളയും ഇവിടെ നടക്കുന്നു. ഈ മേളയിൽ തീർത്ഥസ്നാനം, ശാസ്ത്ര അധ്യയനം, ശാസ്ത്ര ചർച്ചകൾ, ജപം, മുടിപെട്ട് വഴിപാട് എന്നിവ നടത്താൻ ജനകോടികൾ എത്തുന്നു. സംഗമസ്ഥാനത്ത് സമുദ്രഗുപ്ത ചക്രവർത്തി നിർമ്മിച്ച കോട്ടയും ശിലാലേഖനവും കാണാം. സുന്ദരമായ ഈ കോട്ട 1700 വർഷം പഴക്കമുള്ളതാണ്. ഈ നഗരം ഇന്ന് പ്രസിദ്ധമായ വ്യവസായ വിദ്യാഭ്യാസ കേന്ദ്രമാണ്. ഭാരതത്തിലെ 14 പ്രധാനമന്ത്രിമാർ ജനിച്ചതോ പഠിച്ചതോ ആയ നഗരം പ്രധാനമന്ത്രിമാരുടെ നഗരം എന്നറിയപ്പെടുന്നു. മഹാദേവിവർമ്മ മുതലായ സാഹിത്യകാരന്മാരുടെ ജന്മസ്ഥലമായ ഈ നഗരം ഉത്തർപ്രദേശിന്റെ സാഹിത്യ തലസ്ഥാനമാണ്. കുരുരാജാക്കന്മാരാൽ സ്ഥാപിതമായതിനാൽ കൗസംബി എന്നും പേരുള്ള ഈ സുപ്രസിദ്ധ തീർത്ഥസ്ഥലത്തെ സദാ അനന്തൻ രക്ഷിക്കുന്നു എന്ന് ഭാരതീയർ വിശ്വസിക്കുന്നു. സജ്ജനങ്ങളെ, അടുത്ത പുണ്യനഗരങ്ങളെക്കുറിച്ച് നമുക്ക് നാളെ ചിന്തിക്കാം. നന്ദി, നമസ്കാരം. വന്ദേ മാതരം.